ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലൊരു സാമ്പാർ തയ്യാറാക്കുന്നത് കണ്ടു നോക്കിയാലോ. ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ചോറിനോ ഒക്കെ കഴിക്കാനായിട്ട് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടേക്കണം. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള സദ്യ ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് സാമ്പാർ തയ്യാറാക്കിയെടുക്കാനായിട്ട് അതിലേക്ക് വേണ്ട പരിപ്പ് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് അളവിലാണ് തൂവരപ്പരിപ്പ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കഴുകി എടുത്തിട്ടുള്ളതാണ്. ഇത് നമുക്ക് ഈ ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇതുപോലെ ഒരു പീസ് കായമാണ്. കട്ട കായം തന്നെ നമ്മൾ ഈ ഒരു സാമ്പാർ തയ്യാറാക്കി എടുക്കുമ്പോൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് ഞാൻ ഇതുപോലെ ഒന്ന് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഈ പരിപ്പിനോടൊപ്പം തന്നെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് പരിപ്പൊന്ന് വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുക്കർ അടച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലിന് ശേഷം ഇതിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പരിപ്പെല്ലാം നന്നായിട്ട് വെന്തിട്ട് വേണം നമ്മളിതിലേക്ക് ഇനി പച്ചക്കറി ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന പരിപ്പിൻ്റെ വേവ് അനുസരിച്ച് കുക്കറിൻ്റെ വിസിലിലെ എണ്ണത്തിൽ വ്യത്യാസം വരാം. അപ്പോൾ എന്തായാലും പരിപ്പ് നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം. ഇനി വേണമെങ്കിൽ ഒന്ന് ഉടച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് പച്ചക്കറികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത്യാവശ്യം എല്ലാ പച്ചക്കറികളും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സാമ്പാറിലേക്ക് നല്ല പെർഫെക്റ്റായിട്ട് സാമ്പാർ കിട്ടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മെയിനായിട്ട് നമ്മൾ വെണ്ടയ്ക്ക, തക്കാളി, മുരിങ്ങയ്ക്ക, ഒരു പീസ് മത്തങ്ങ, അതൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കട്ടെ. എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെയുള്ള പച്ചക്കറികളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ ഈ ഒരു പരിപ്പിൻ്റെ അളവിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഈ ഒരു പച്ചക്കറി എടുത്തിട്ടുള്ളത്. അപ്പോൾ പരിപ്പൊന്നും ഒരുപാട് കൂടി പോകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ സാമ്പാർ നല്ല ടേസ്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ ഈ ഒരു അളവ് പരിപ്പിലേക്കുള്ള പച്ചക്കറി ഏകദേശം ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്ക് ഈ പച്ചക്കറി ഒന്ന് വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കുക. അപ്പോൾ നമ്മൾ പരിപ്പ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അതും ചേർത്ത് മിക്സാക്കിയിട്ട് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ ഒരു വിസിൽ മാത്രം മതിയാവും. ഒരുപാട് ഇട്ടടിച്ച് കഴിഞ്ഞാൽ പച്ചക്കറിയെല്ലാം വെന്തുടഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 3/4 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്, സ്പൂണല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പൊടികളെല്ലാം ചേർത്തിട്ട് വേണം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടികളെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ ഇനി നന്നായിട്ട് തന്നെ ഒന്ന് ഏകദേശം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം പതുക്കെ ചൂടാക്കി എടുക്കാനായിട്ട്. കരിഞ്ഞു പോവാതെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തേക്കണം. അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി കൊടുത്തിട്ട് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറിയുടെ ഒപ്പം ചേർത്തിട്ടുണ്ടായില്ല. അപ്പോൾ അതിൻ്റെ പിറകെ അത് വെണ്ടയ്ക്ക നന്നായിട്ട് തന്നെ വഴറ്റി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ സാമ്പാറിലേക്ക് ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കയിലുള്ള വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാനായിട്ട് 1 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മുടെ ഈ വെണ്ടയ്ക്കയിലെ പച്ച കളറൊക്കെ ഒന്ന് മാറി കിട്ടുന്ന രീതിയിലൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആയി കിട്ടുമ്പോൾ തന്നെ നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ പച്ചക്കറിയെല്ലാം വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിസിലെല്ലാം വന്ന് ഇതിലെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. ഇപ്പോൾ പച്ചക്കറിയെല്ലാം കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞു പോയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇതുകൊണ്ട് ഒരു വിസിൽ മാത്രം അടുപ്പിച്ചാൽ മതിയാവും. ഇനി നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇതുപോലെ 2 പച്ചമുളകൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം പുളിയൊന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. പുളി ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിക്കേണ്ട, നോക്കിയിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ ശർക്കര പൊടിച്ചതാണ്. അപ്പോൾ നമ്മുടെ ഈ സാമ്പാറിലെ ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാനും നല്ലൊരു ടേസ്റ്റ് കിട്ടാനും ഇത് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഏകദേശം നല്ല തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു 3/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഏകദേശം ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തന്നെ ഇതെല്ലാം തിളച്ച് നമ്മുടെ
വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം ഒന്നും ഉടഞ്ഞു പോവാതെ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഈ സാമ്പാർ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ട താളിപ്പൊന്ന് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുകിട്ട് നന്നായിട്ട് തന്നെ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കുകയാണ്. ഉലുവയും ചേർത്ത് ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു 2 വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ സാമ്പാർ പൊടിയാണ്. അപ്പോൾ സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് മല്ലിയില കൂടി നന്നായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതി. നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല മണമുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് നോക്കിയിട്ട് കറക്റ്റായിട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ സാമ്പാറൊക്കെ തയ്യാറാക്കിയിട്ട് കറക്റ്റായിട്ട് നല്ല ടേസ്റ്റായിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും സൂപ്പർ ടേസ്റ്റിലുള്ള സാമ്പാർ തന്നെയായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പം ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം. താങ്ക്